ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിൽ ചിലതെങ്കിലുമൊക്കെ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമാണ് ചില നന്മകളൊക്കെ സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒത്തിരി ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ ഈ ആരാധനയ്ക്ക് ആനുപാതിക നന്മയൊന്നും കാണാതെ വരുമ്പോ ഒരു ഇളം തലമുറ നമുക്ക് മാർക്കിടും, ഈ ആരാധനകളൊക്കെ വെറുതെയാണ്, ഇതൊന്നും ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല. കുരിശ് ക്ഷമിക്കാനുള്ള പ്രചോദനം തരുന്നുണ്ട്, ക്ഷമിക്കാനുള്ള ആഹ്വാനം തരുന്നുണ്ട്. ക്ഷമിക്ക്, പോട്ടെന്ന് വെക്ക്. കാരണം കുരിശെ കടന്നുകൊണ്ട് അവൻ പറഞ്ഞു, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. കുരിശിലേക്ക് നോക്കുമ്പോഴൊക്കെ കുരിശ് നമ്മളെ വെല്ലുവിളിക്കുക. എടാ, കുരിശിലേക്ക് നീ നോക്കിക്കൊണ്ടിരിക്കാതെ, ആരാധിച്ചുകൊണ്ടിരിക്കാതെ കുരിശിന്റെ ശൈലിയെ കോപ്പി പേസ്റ്റ് ചെയ്യടാ. അതെന്താണെന്നറിയാമോ? ക്ഷമിക്ക്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു അവർക്ക് മറുപടിയായി നൽകുന്നത് ഒത്തിരിയേറെ പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന വാഗ്ദാനങ്ങളാണ്. ജീവിതത്തിൽ നന്മകൾ സ്വന്തമാക്കുവാൻ ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.